ഈ 10 മണ്ഡലങ്ങൾ അത് നേരിയ ലീഡിലാണ് BJP ഉള്ളത് എന്നുള്ളതും പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ മണ്ഡലങ്ങളിലെ അവസ്ഥ? അവിടെ മാറ്റങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടോ? ലക്ഷ്മി, വോട്ടെണ്ണൽ അത് വളരെ കൂടുതലായിട്ട് വോട്ടെണ്ണലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 40%, 50%, പകുതിയോളം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ചില മണ്ഡലം. ചില 60% പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മത്സരം ഏകപക്ഷീയമല്ല എന്നതാണ്. കാരണം 10 മണ്ഡലങ്ങളിൽ മാത്രമല്ല, ആം ആദ്മി പാർട്ടിയും ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷം ഒന്നുമില്ല. എല്ലാം 1000 താഴെയുള്ള 4 മണ്ഡലങ്ങൾ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്, കെജ്രിവാളിനെ കൂടാതെ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വളരെ ഒരു നെക്ക് ടു നെക്ക് പോരാട്ടമാണ് നടക്കുന്നത്. അതിൽ മുൻതൂക്കം BJPക്ക് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഏതായാലും BJPയെ സംബന്ധിച്ചോളം കോൺഫിഡന്റ് ആണ്. BJP നേതാക്കളും എന്തൊക്കെയായാലും BJP നേതാക്കൾക്ക് വളരെ കൂടുതൽ ആത്മവിശ്വാസമുണ്ട്. തങ്ങളുടെ ലീഡ് വോട്ടിന്റെ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ 44-43 സീറ്റുകൾ നേരത്തെ 50 വരെ പ്രതീക്ഷിച്ചിരുന്നു. 43-44 സീറ്റുകളിൽ BJPയുടെ എണ്ണം എത്തും എന്ന് തന്നെയാണ് BJP വൃത്തങ്ങളും BJP നേതാക്കളും നമ്മളോട് പറയുന്നത്. എന്നാൽ ആം ആദ്മി പാർട്ടി ആവട്ടെ 30 വരെയാണ് ഇപ്പോൾ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. 30 വരെയെങ്കിലും ഞങ്ങൾ വിജയിക്കും എന്നൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടിയും വെച്ചു പുലർത്തും. ഏതായാലും പറയുന്ന വളരെ വ്യക്തമായ, നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ, ശ്രീത്ത് സൂചിപ്പിച്ച പോലെ, ലിജ സൂചിപ്പിച്ച പോലെ വളരെ വളരെ നേരിയ ഒരു മാർജിൻ, അതായത് വളരെ ശക്തമായ മത്സരം നടന്നു എന്ന് വേണം പറയാൻ. ഉദാഹരണമായിട്ട് 26,000-ലധികം വോട്ടിന് വിജയിച്ച, 4,00,000 വോട്ടിന് വിജയിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം 560-570 വോട്ടിന്റെ ഇടയ്ക്ക് ലീഡ് നില മാറിയും കുറഞ്ഞും താഴോട്ടും മേലോട്ടും ആയി കുറച്ച് സമയമായി അരമണിക്കൂറുകളായി 560 എന്നുള്ള വോട്ടിംഗ് നിലയിലേക്ക് സ്റ്റഡിയായി നിൽക്കുകയാണ്. അതുകൊണ്ട് 500-ന് മുകളിലും 500 അടുത്താണ് ശരത്ത്. അതെ, കാരണം മാറി മറിഞ്ഞു വരുന്നു ലീഡ് എന്നാണ് ലക്ഷ്മി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വളരെ ശക്തമായ മത്സരം നടക്കുന്നു. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വളരെ കുറഞ്ഞ മാർജിനിലാണ് 10 മണ്ഡലങ്ങൾ, 10-നുപരി നമുക്ക് ലഭിക്കുന്ന വരെ 14 മണ്ഡലങ്ങളിൽ ഇത്തരം മത്സരം നടക്കുന്നുണ്ട്. ഇത് എങ്ങോട്ട് മാറാം? 4 മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി മുന്നേറുന്ന 4 മണ്ഡലങ്ങളിൽ ഉള്ള ഭൂരിപക്ഷം 500 താഴെയാണ്. അതുപോലെ തന്നെ BJPക്ക് 11 മണ്ഡലങ്ങളിലുള്ള ഭൂരിപക്ഷം 500-നും 600-നും ഇടക്കാണ്. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങളാണ്. ഏതായാലും ഡൽഹി തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു എന്താണ് പറയുന്നത്, ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. ആ ഫിനിഷിംഗ് പോയിന്റിൽ ഇപ്പോൾ ഒരടി മുന്നിൽ മാത്രമാണ് BJP ഉള്ളത്. അതിൽ ഈ ഇത്രയും മണ്ഡലങ്ങളിൽ മുന്നിലുണ്ടപ്പോൾ തന്നെ അതിലൊരു തിരിച്ചുവരവ് ആപ്പിനുണ്ടായാൽ അല്ലെങ്കിൽ കഥ, നമ്മൾ പറയുന്ന കഥയൊക്കെ ഇതുവരെ പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടി വരും. ഏതായാലും ഒരു കാര്യം മാറ്റി പറയാൻ നമ്മൾ തയ്യാറാവണം. ഇത് ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പല്ല. BJPക്കെതിരെ വളരെ ശക്തമായ മത്സരമാണ് ആം ആദ്മി പാർട്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി ശക്തമായ മത്സരം കാഴ്ചവെച്ചു. കോൺഗ്രസ് അവസാന ഘട്ടത്തിലെത്തപ്പോൾ കോൺഗ്രസ് പഴയ അവസ്ഥയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ, അതായത് കഴിഞ്ഞ പ്രാവശ്യമുണ്ട് 4.6% എന്ന വോട്ടിൻ പെർസെന്റേജ് എങ്കിലും അതിന് മുകളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചും നയപരമായ ഒരു തിരിച്ചടിയായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പുമായി ചേർന്നിട്ടാണ്, അഡ്ജസ്റ്റ്മെന്റിലാണ് മത്സരിച്ചത്. അതുകൊണ്ടാണ് 19%. ആ 19% കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി തനിച്ച് മത്സരിക്കാൻ തയ്യാറായത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരമനുസരിച്ച് കടുത്ത മത്സരമാണ് 14 മണ്ഡലങ്ങളിൽ നടക്കുന്നത്. അത് ഏത് സമയവും 500-600 വോട്ടിന്റെ ഇടയിലാണ്. 100 മുതൽ 500 വരെയുള്ള വോട്ടിന്റെ ഇടയിലാണ് ഈ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിൽ BJP 500 കൂടുതൽ വോട്ടുള്ള 10 മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു. എപ്പോഴും മറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതായാലും ട്രെൻഡുകൾ, ഇലക്ഷൻ കമ്മീഷൻ അടക്കം നൽകുന്ന ട്രെൻഡുകൾ BJPക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന ലീഡ് നിലയും BJPക്ക് അനുകൂലമാണ്. 43
ഇതാണ് ഇപ്പോൾ ഒടുവിലത്തെ ലീഡ് നില. ഏതായാലും പക്ഷേ ഈ കുറഞ്ഞ മാർജിൻ BJPയെ ആശങ്ക BJP ആസ്ഥാനത്തും പരത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ലക്ഷ്മി പത്മ, 60% വോട്ടുകൾ ഇനിയും എണ്ണാൻ ബാക്കിയുണ്ട്. തലസ്ഥാനത്ത് എന്തായിരിക്കും എന്നറിയാൻ കൗതുകമുണ്ട്. അത്രയ്ക്കും ത്രില്ലിംഗ് ആയിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ലിജോയും ശ്രീജിത്ത് ബാലകൃഷ്ണനും തുടരുന്നുണ്ട്. ലിജോ, ശ്രീജിത്ത്, ഈ ത്രില്ലിംഗ് ആണ് കാര്യങ്ങൾ എന്ന് ഉറപ്പിച്ചു പറയാമല്ലേ? 10ഓളം സീറ്റുകളിൽ 500-ൽ താഴെ വോട്ടിന് BJP ലീഡ് ചെയ്യുന്നു. ഇനിയും 60%-ഓളം വോട്ടെണ്ണാൻ ബാക്കി കിടക്കുന്നു. അപ്പോൾ എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതി ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് ദില്ലിയിൽ. തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് കരുതാൻ. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുന്നുള്ളതാണ്. ഒരേ രണ്ട് വശങ്ങളിൽ അത് കാണാം. ഏതാണ്ട് 10 മുതൽ 15 സീറ്റുകളിൽ വരെ 1000-ൽ താഴെ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ലീഡ് അതിനാണ് BJP ലീഡ് ചെയ്യുന്നത്. സമാനമായി തന്നെ ആം ആദ്മി പാർട്ടിയും ഏതാണ്ട് 10 മണ്ഡലങ്ങളോളം സമാനമായി 1000-ൽ താഴെ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ജംഗ്പുരയിൽ വീണ്ടും മനീഷ് സിസോദിയ പിന്നിൽ പോയി, കൽക്കാജിയിൽ അതിഷി പിന്നിൽ പോയി, അരവിന്ദ് കെജ്രിവാൾ ഏതാണ്ട് 600-650 വോട്ടുകൾക്ക് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ആ തരത്തിൽ ഈ 3 സീറ്റുകൾ തന്നെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വോട്ടിന്റെ ലീഡ് നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാവാൻ കഴിയുന്നുണ്ട്. പക്ഷേ മാറ്റമില്ലാതെ തുടരുന്നത് ഏതാണ്ട് 40 മുതൽ 44 സീറ്റുകളിൽ വരെ സമാനമായി BJP ലീഡ് ചെയ്ത് നിൽക്കുകയും ഏതാണ്ട് 25-ന് മുകളിൽ സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ ഏതാണ്ട് കുറെ നേരങ്ങളായി നമുക്ക് പറയാവുന്നതാണ്. BJPയുടെ പ്രതീക്ഷയും BJPയുടെ ആത്മവിശ്വാസവും. BJPയുടെ അധ്യക്ഷൻ ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രിയെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നു. ആ രൂപത്തിലേക്ക് BJP കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അത് 35 സീറ്റാണെങ്കിലും അവർ പിടിക്കും. സ്വാഭാവികമായിട്ടും ഒരു എട്ടമ്മലമാരെ വലിക്കാൻ വലിയ പാടൊന്നുമില്ല. അതെ. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 50 മുതൽ 60% വരെ 70 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണി തീർന്നിട്ടുണ്ട്. ഇനി 40%-ഓളം വോട്ടുകളെ എണ്ണാനുള്ളൂ. ആ വോട്ടുകളിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 20 മുതൽ 25 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം തന്നെ BJPക്കും ലീഡ് അവർ നിൽക്കുന്നത് 1000 മുതൽ 1000-ന് താഴേക്കാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടം ഉണ്ടായാൽ പോലും ഇതുവരെയുള്ള ട്രെൻഡ് അനുസരിച്ച് ഒരുപക്ഷെ അത് ഈസിയായി BJP മാനേജ് ചെയ്ത് പോകുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന് ഇപ്പോൾ വരുന്ന ഒരു പുതിയൊരു അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് BJPക്ക് ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം BJP വളരെ കൃത്യമായി ഹിന്ദു രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചാണ്. ഇതുവരെ ഒരുപക്ഷെ നമ്മൾ ഉത്തർപ്രദേശിലോ കർണാടകത്തിലോ ഒന്നും കാണുന്ന പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമല്ല ഡൽഹിയിൽ കണ്ടത്. അത് ആ തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ആ തരത്തിലുള്ള പ്രചാരണങ്ങൾ വളരെ കുറവായിരുന്നു BJPയുടെ ഭാഗത്ത്. അതിന് കാരണം സ്വാഭാവികം അതിലും നന്നായി കെജ്രിവാൾ അത് പറയും എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അതിനെ വേറെ തരത്തിലാണ് അവർ ഉപയോഗിച്ചത്. അത് ഒന്ന് കുംഭമേളയുമായി ബന്ധപ്പെട്ട് നിർത്തിയാണെങ്കിൽ അത് നരേന്ദ്രമോദി അവിടെ പോയി കുംഭമേളയിൽ പങ്കെടുക്കുന്നു, പ്രയാഗ്രാജിലെത്തുന്നു. സമാനമായി തന്നെ അരവിന്ദ് കെജ്രിവാൾ ഒരു എക്സ്ട്രാ ചെക്ക് എന്ന നിലയ്ക്ക് തന്നെ ഒരു കാര്യം വെക്കുന്നത് 18,000 രൂപ പൂജാരിമാർക്ക് ഒരു സ്റ്റൈപ്പൻഡ് എന്ന നിലയ്ക്ക് പോകേണ്ടതുണ്ട്. ശരത്, എന്താണ് പുതിയ വിവരങ്ങൾ? കെജ്രിവാളിന്റെ ലീഡ് നില കുറയുന്നു. ഇപ്പോൾ 190-ആയി മാറിയിരിക്കുന്നു കെജ്രിവാളിന്റെ ലീഡ് നില എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. 560-ൽ നിന്ന് 198-ആയി കുറഞ്ഞിരിക്കുകയാണ് കെജ്രിവാളിന്റെ ലീഡ് നില. ഇതാണ് ലക്ഷ്മി പുതുതായിട്ടുള്ള ഇവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം.